സർക്യൂട്ട് 3033 സബ്ജക്റ്റ് കോഡിൽ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഈ 60 ഹെർട്സ് 230 വോൾട്ട് എഫക്റ്റീവ് വാല്യൂ ഇംപ്രസ്ഡ് ആണ് 0.265 ഹെൻറി. റൈറ്റ് ദ ടൈം ഇക്വേഷൻ ഫോർ വോൾട്ടേജ് ആൻഡ് ദ റിസൾട്ടിങ് കറണ്ട്. ഷോ ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഓൺ ദ ഫേസർ ഡയഗ്രാം. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 60 ഹെർട്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ്, എൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ആണ്. ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0.265 ആണ്. അപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ XL ആണ്. XL എന്ന് പറഞ്ഞാൽ 2πfL ആണ്. 2 × 3.1460 × 0.265 ആണെങ്കിൽ 100 ഓം ആണ്. ഇവിടുന്ന് ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രോബ്ലത്തിലും ഏറ്റവും ആവശ്യമുള്ള ഇക്വേഷനാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V of t ഈക്വൽ ടു Vm sin omega t ആണ്. I of t എന്ന് പറഞ്ഞാൽ Im sin omega t മൈനസ് π/2 ആണ്. Vm എന്ന് പറയുന്ന മാക്സിമം വാല്യൂ ആണ് √2V ആണ്. 230 × √2V ആണ്. Im എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ Vm ഡിവൈഡഡ് ബൈ XL ആണ്. 230 × √3 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ XL കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2.3 √2 ആയിട്ട് വരും. ഫൈ എന്ന് പറഞ്ഞാൽ ഫേസ് ആണ്, അത് π/2 ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. 2 × 3.14 × 60 എന്ന് പറഞ്ഞാൽ 377 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. ഫസ്റ്റ് ഇക്വേഷൻ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ആണ് എഴുതുന്നത്. V of t എന്ന് പറഞ്ഞാൽ Vm എന്ന് പറയുന്നത് 230 √3 സൈൻ 377 × t ഒമേഗ × t ആണ്. കറണ്ട് എന്ന് പറയുന്നത് 2.3 ആണ്. Im സൈൻ ഒമേഗ t 377 t മൈനസ് π/2 ആണ്. ഫോം ടൈം വേഴ്സസ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വോൾട്ടേജ് വരയ്ക്കുന്നു. Vm sin omega t, x-ആക്സിസ് t, Vm sin omega t, വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് 230 × √2 സൈൻ 377 × t ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. അടുത്തത് Im എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് Im sin omega t മൈനസ് π/2 2.30 √3 സൈൻ 377 t മൈനസ് π/2 ആണ്. പ്രോബ്ലം ഇതിൻ്റെ ഫേസർ ഡയഗ്രാം കൂടെ വരയ്ക്കുകയാണെങ്കിൽ I ആണ് റെഫറൻസ്, V ആണ് ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലോക്ക് വൈസിൽ ആദ്യം പോകുന്ന വോൾട്ടേജും കറണ്ട് പിറകെയാണ് വരുന്നത്. ദാറ്റ് ഈസ് ലാഗ് എന്ന് പറയും. V എന്ന് പറയുന്നത് RMS വാല്യൂ ആണ്. ക്യാപിറ്റൽ I ആണെങ്കിൽ അതും RMS വാല്യൂ ഓഫ് കറണ്ട് ആണ്. Thank you for watching this video.